ഈ ഒരു ലെക്ചറിൽ കോൺജുഗേറ്റ് ബീംസിൻ്റെ പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രോബ്ലംസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അതിൻ്റെ ജനറൽ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളുടെ അതായത് സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരിങ് പോയിന്റ് ലോഡ് അറ്റ് സെൻറ്റർ, സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരിങ് ഇൻ എക്സെൻട്രിക് പോയിന്റ് ലോഡിങ്, അങ്ങനെയുള്ള കുറച്ച് ഐറ്റത്തിൻ്റെ ജനറൽ ആയിട്ടുള്ള വാല്യൂസ് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ഒരു 2 പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഈ ലെക്ചർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡെറിവേഷനിലേക്ക് പോകാം. അപ്പോൾ ഇതിനകത്ത് ഡിഫ്ലക്ഷൻ ആൻഡ് സ്ലോപ്പ് ഓഫ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് എ പോയിന്റ് ലോഡ് അറ്റ് സെൻറ്റർ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ലെക്ചറിൽ പറഞ്ഞ അതേ സാധനം തന്നെ, നമ്മൾ അതിൻ്റെ ഫൈനൽ ആൻസർ വരെ ഇതിനകത്ത് എത്തുന്നേ ഉള്ളൂ. അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരിങ് പോയിന്റ് ലോഡ് അറ്റ് സെൻറ്റർ. അപ്പോൾ ഇതെന്താണ്, ഒരു സിമെട്രിക്കൽ സ്ട്രക്ചറാണ്. സിമെട്രിക്കൽ സ്ട്രക്ചർ ആയതുകൊണ്ട് നമുക്ക് ഈ സപ്പോർട്ട് ആർ എ എന്ന് പറഞ്ഞ സപ്പോർട്ടും ആർ ബി എന്ന് പറഞ്ഞ സപ്പോർട്ടും ലോഡിൻ്റെ പകുതിയായിരിക്കും. W/2 ഇവിടെ W/2, ബിക്കോസ് ഇത് സിമെട്രിക്കൽ സ്ട്രക്ചർ ആണ്. സിമെട്രിക്കൽ സ്ട്രക്ചർ ആണെങ്കിൽ സപ്പോർട്ട് റിയാക്ഷനകത്ത് ലോഡിൻ്റെ എക്സാക്ട് ഹാഫ് ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്ത് പോകുന്നത്. അതാണ് W/2 W/2. ഇനി ഈ ബീമിനകത്ത് ഫുൾ ലെങ്ത് EI ഫ്ലെക്സിബിൾ റിജിഡിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്, വേരി ചെയ്യുന്നില്ല. ഇനി ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുന്നെങ്കിൽ എക്സാമിന് കോൺജുഗേറ്റ് ബീം മെത്തേഡിൽ സോൾവ് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ മാത്രം കോൺജുഗേറ്റ് ബീം മെത്തേഡിലേക്ക് പോവുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനകത്ത് ഫ്ലെക്സിബിൾ റിജിഡിറ്റി വേരി ചെയ്യുന്നു എന്ന് പറയും. ഇപ്പോൾ ഫ്ലെക്സിബിൾ റിജിഡിറ്റി വേരി ചെയ്യുന്ന കേസ് ആണെങ്കിൽ നിങ്ങൾക്ക് കോൺജുഗേറ്റ് ബീം മെത്തേഡ് എന്നൊരു മെത്തേഡ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഇനി നമുക്ക് തന്നിരിക്കുന്ന ബീമിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരച്ചു. ഇതാണ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. അപ്പോൾ പോയിന്റ് ലോഡ് ആണ്. സിംപ്ലി സപ്പോർട്ടഡ് ബീമിനകത്ത് പോയിന്റ് ലോഡ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഷേപ്പ് ട്രയാങ്കുലർ ഷേപ്പ് ആയിരിക്കും. മാക്സിമം മൊമെന്റ് ആക്ട് ചെയ്യുന്നത് സെന്ററിലായിരിക്കും, അതായത് ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റിലായിരിക്കും. ഇനി ആ മൊമെന്റിന്റെ വാല്യൂ WL/4. ഈ വാല്യൂസ് ഒക്കെ നിങ്ങൾ ക്ലാസ് 1 അല്ലെങ്കിൽ നേരത്തെ മെക്കാനിക്കൽ സോളിഡ്സിലൊക്കെ പഠിക്കുന്നതാണ്. സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരിങ് പോയിന്റ് ലോഡ് അറ്റ് സെന്റർ. അപ്പോൾ അതിന്റെ മൊമെന്റ് വാല്യൂ WL/4, ഷേപ്പ് ട്രയാങ്കുലർ ഷേപ്പ് ആയിരിക്കും. ഈ സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം മുകളിലായിരിക്കും വരുന്നത്. ഇതാണ് ബേസ് ലൈൻ. ആ ബേസ് ലൈനിന്റെ മുകളിലായിട്ടായിരിക്കും വരുന്നത്. പോസിറ്റീവ് വാല്യൂസ് ബേസ് ലൈനിന്റെ മുകളിലും നെഗറ്റീവ് വാല്യൂസ് ബേസ് ലൈനിന്റെ താഴെയുമായിരിക്കും. അതുകൊണ്ട് ഓർത്തിരിക്കുക, നിങ്ങൾ നേരത്തെ പഠിച്ചതാണ്. ഇനി അടുത്തതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ കോൺജുഗേറ്റ് ബീം കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്. കോൺജുഗേറ്റ് ബീം എന്ത് ഷേപ്പിലായിരിക്കും? ഒറിജിനൽ ബീം സിംപ്ലി സപ്പോർട്ടഡ് ആണെങ്കിൽ കോൺജുഗേറ്റ് ബീമും സിംപ്ലി സപ്പോർട്ടഡ് ആയിരിക്കും. അപ്പോൾ കോൺജുഗേറ്റ് ബീമിന്റെ ലോഡ് എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ലോഡിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഒറിജിനൽ ബീമിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ അതേ ഷേപ്പിലാണ് കോൺജുഗേറ്റ് ബീമിന്റെ ലോഡ് വരുന്നത്. ആ ലോഡ് വാല്യൂ എന്ന് വെച്ചാൽ ഈ ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ ഡിവൈഡഡ് ബൈ EI. അപ്പോൾ നമുക്ക് ആ ഫിഗർ ഒന്ന് ചെക്ക് ചെയ്യാം. WL/4 EI സപ്പോർട്ട്സ് ആണ്. നമ്മൾ കോൺജുഗേറ്റ് ബീം ആണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അവിടെ RA സ്റ്റാറും RB സ്റ്റാറും C സ്റ്റാറും B സ്റ്റാറും എന്നൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ WL/4 EI. അപ്പോൾ കോൺജുഗേറ്റ് ബീം കൺസ്ട്രക്ട് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് മാക്സിമം സ്ലോപ്പും മാക്സിമം ഡിഫ്ലക്ഷനും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഒറിജിനൽ ബീമിന്റെ മാക്സിമം സ്ലോപ്പ് എവിടെയാണ് വരുന്നത്, ഒറിജിനൽ ബീമിന്റെ മാക്സിമം ഡിഫ്ലക്ഷൻ എവിടെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒറിജിനൽ ബീം. ഇതിങ്ങനെയായിരിക്കും ഡിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്നത് ഇവിടെ ആയിരിക്കും. W താഴെയായിരിക്കും മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്നത്. Ymax. മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്നത് W താഴെയായിട്ടായിരിക്കും വരുന്നത്. ഇനി മാക്സിമം സ്ലോപ്പ് വരുന്ന എവിടെ ആയിരിക്കും? സപ്പോർട്ട്സിലായിരിക്കും. θA-യിലും θB-യിലും ആയിരിക്കും മാക്സിമം സ്ലോപ്പും വരുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ഈ സ്ട്രക്ചേഴ്സ് സിമെട്രിക്കൽ ആയതുകൊണ്ട് θA-യുടെ വാല്യൂ തന്നെ ആയിരിക്കും θB-ക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാക്സിമം സ്ലോപ്പ് മാക്സിമം ഡിഫ്ലക്ഷൻ. അപ്പോൾ ഞാൻ നേരത്തെ ഈ ഡെറിവേഷനകത്ത് നമുക്ക് ഡിഫ്ലക്ഷൻ ആൻഡ് സ്ലോപ്പ് ഓഫ് സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് എ പോയിന്റ് ലോഡ് അറ്റ് സെന്റർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായുള്ളൂ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാക്സിമം സ്ലോപ്പും മാക്സിമം ഡിഫ്ലക്ഷനും ആയിരിക്കും. ഇനി നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുവാണെങ്കിൽ അത് സ്പെസിഫിക് ആയിട്ട് തന്നെ പറയും, ഫൈൻഡ് ദ മാക്സിമം സ്ലോപ്പ് ആൻഡ് മാക്സിമം ഡിഫ്ലക്ഷൻ ഓഫ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരിങ് പോയിന്റ് ലോഡ് അറ്റ് സെന്റർ. ഇനി നമ്മൾ നേരത്തെ കഴിഞ്ഞ ലെക്ചറിൽ പഠിച്ചു ഇനി എങ്ങനെയാണ് നമ്മുടെ ബീമിന്റെ മാക്സിമം സ്ലോപ്പ് മാക്സിമം ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന്.
അപ്പോൾ എന്താണ് തീറ്റ എ ഇവിടെ നമുക്ക് സിമെട്രിക്കൽ ആയതുകൊണ്ട് തീറ്റ എ ഈസ് ഈക്വൽ ടു തീറ്റ ബി എന്ന് പറയാം. ഇനി നമുക്ക് തീറ്റ എ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? കോൺജുഗേറ്റ് ബീമിന്റെ എ എന്ന് പറഞ്ഞ പോയിന്റിന്റെ ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതാണ് കോൺജുഗേറ്റ് ബീം. നമുക്ക് തീറ്റ എ കിട്ടാനായിട്ട് കോൺജുഗേറ്റ് ബീം എ എന്ന് പറഞ്ഞ പോയിന്റ് ഷിയർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ആർ എ സ്റ്റാർ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആർ എ സ്റ്റാർ തന്നെ ആയിരിക്കും ആർ ബി സ്റ്റാർ. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ എന്ത് ചെയ്യാം? തീറ്റയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. തീറ്റയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ആർ എ സ്റ്റാറിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുവാണ്. ആർ എ സ്റ്റാർ കിട്ടിക്കഴിഞ്ഞാൽ ഒറിജിനൽ ബീമിന്റെ തീറ്റ എ കിട്ടി. ആർ എ സ്റ്റാർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തീറ്റ ബിയും കിട്ടും. അപ്പോൾ തീറ്റ ബി എന്ന് പറയുന്നത് ആർ ബി സ്റ്റാർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. കാൽക്കുലേറ്റ് ആർ എ സ്റ്റാർ. ആർ എ സ്റ്റാർ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആർ എ സ്റ്റാർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഈ ഫിഗർ ഒന്നുകൂടി ഒന്ന് വരയ്ക്കാം. ഇതാണ് നമ്മുടെ ആർ എ സ്റ്റാർ. ഇതാണ് നമ്മുടെ ആർ ബി സ്റ്റാർ. ഇനി നമുക്ക് എന്ത് വേണം? ആർ എ സ്റ്റാറും ആർ ബി സ്റ്റാറും കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ മുകളിൽ ആക്ട് ചെയ്യുന്ന യൂണിഫോംലി വേരിയിങ് ലോഡിനെ പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ യൂണിഫോംലി വേരിയിങ് ലോഡിനെ പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പോയിന്റ് ലോഡ് ആക്കാൻ എന്താ ചെയ്യണ്ടേ? യൂണിഫോംലി വേരിയിങ് ലോഡിനെ പോയിന്റ് ലോഡ് ആക്കാനായിട്ട്, അല്ലെങ്കിൽ യൂണിഫോംലി വേരിയിങ് ലോഡിന്റെ വേറെ പേര് ട്രയാങ്കുലർ ലോഡ് എന്നാണ്. അപ്പോൾ അതിന്റെ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എടുത്താൽ മതി യൂണിഫോംലി വേരിയിങ് ലോഡിനെ പോയിന്റ് ലോഡ് ആക്കാൻ. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് എടുക്കേണ്ടത്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരും? ബേസ് വാല്യൂ, ബേസിൻ്റെ ഈ ഫുൾ ലെങ്ത്. അപ്പോൾ 1/2 ഇൻറ്റു, അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ എ ടു ബി ലെങ്ത്, അത് എല്ലായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? ഇതാണ് ഹൈറ്റ്. അപ്പോൾ W L ഡിവൈഡഡ് ബൈ 4EI. അപ്പോൾ നമുക്ക് ആർ എ സ്റ്റാറും ആർ ബി സ്റ്റാറും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? അതിനെ ആർ എ സ്റ്റാറും ആർ ബി സ്റ്റാറും കാൽക്കുലേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആർ എ സ്റ്റാറും ആർ ബി സ്റ്റാറും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് അതിനകത്ത് ആക്ട് ചെയ്യുന്ന യൂണിഫോംലി വേരിയിങ് ലോഡിനെ പോയിന്റ് ലോഡ് ആക്കി. എങ്ങനെ പോയിന്റ് ലോഡ് ആക്കി? നമുക്ക് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഡിറൈവ് ചെയ്ത കോൺജുഗേറ്റ് ബീമിനകത്ത് ലോഡ് ട്രയാങ്കുലർ ലോഡാണ്. ട്രയാങ്കുലർ ലോഡിനെ പോയിന്റ് ലോഡ് ആക്കി. പോയിന്റ് ലോഡ് ആക്കുന്നത് എങ്ങനെയാണ്? ട്രയാങ്കിളിന്റെ ഏരിയ എടുത്താൽ മതി, അതാണ് അതിന്റെ പോയിന്റ് ലോഡ്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ നമുക്കിത് ചെയ്യുമ്പോൾ WL²/8EI എന്ന് കിട്ടും. WL²/8 WL² ഡിവൈഡഡ് ബൈ 8EI. ഇങ്ങനെ നമുക്ക് ആൻസർ കിട്ടും. ഇനി നോക്കിക്കേ, നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? തന്നിരിക്കുന്ന ബീം ഒരു സിമെട്രിക്കൽ ബീമാണ്. സിമെട്രിക്കൽ ബീം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഗീവൺ ലോഡ് ഈക്വൽ ആയിട്ടായിരിക്കും ആർ എ സ്റ്റാറിലും ആർ ബി സ്റ്റാറിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആർ എ സ്റ്റാറിൻ്റെയും ആർ ബി സ്റ്റാറിൻ്റെയും വാല്യൂ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. എങ്ങനെ കിട്ടും? ഈ വാല്യൂവിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. അപ്പോൾ WL² ഡിവൈഡഡ് ബൈ 8EI ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? WL² ഡിവൈഡഡ് ബൈ 16EI. അപ്പോൾ തീറ്റ ആർ എ സ്റ്റാറിന്റെ വാല്യൂം ആർ ബി സ്റ്റാറിന്റെ വാല്യൂ എന്ത് വന്നു? WL² ഡിവൈഡഡ് ബൈ 16EI. WL² ഡിവൈഡഡ് ബൈ 16EI. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? തീറ്റ എയുടെ വാല്യൂ, ആർ എ സ്റ്റാറിന്റെ വാല്യൂ കിട്ടിയാൽ തീറ്റ എയുടെ വാല്യൂ കിട്ടി. അത് കണക്ക് തന്നെ തീറ്റ എയും തീറ്റ ബിയും സെയിം ആണ്. അപ്പോൾ മാക്സിമം സ്ലോപ്പ് അറ്റ് സപ്പോർട്ട്സ് WL² ഡിവൈഡഡ് ബൈ 16EI. ഇനി അടുത്ത് എന്താ വേണ്ടത്? നമുക്ക് ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? നമുക്ക് തന്നിരിക്കുന്ന കോൺജുഗേറ്റ് ബീമിന്റെ ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് വേണ്ടത് മാക്സിമം ഡിഫ്ലക്ഷൻ ആണ്. മാക്സിമം ഡിഫ്ലക്ഷൻ എവിടെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്? മാക്സിമം ഡിഫ്ലക്ഷൻ ലോഡിന്റെ താഴെയായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? കോൺജുഗേറ്റ് ബീമിന്റെ ബെൻഡിങ് മൊമെന്റ് സി എന്ന് പറഞ്ഞ പോയിന്റിലെ ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. കോൺജുഗേറ്റ് ബീമിന്റെ ബെൻഡിങ് മൊമെന്റ് അറ്റ് സി കാൽക്കുലേറ്റ് ചെയ്താൽ, നമ്മൾ സി സ്റ്റാർ എന്ന് കൊടുത്തിട്ടുണ്ട്, കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ഒറിജിനൽ ബീമിന്റെ ഷിയർ ഫോഴ്സ് അല്ലെങ്കിൽ ഒറിജിനൽ ബീമിന്റെ ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കോൺജുഗേറ്റ് ബീമിന്റെ ബെൻഡിങ് മൊമെന്റ് അറ്റ് സി എന്ന് പറയുന്നത് ഒറിജിനൽ ബീമിന്റെ ഡിഫ്ലക്ഷൻ അറ്റ് സി ആണ്.
സോ അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? നമുക്ക് ഇതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് മാത്രം കൺസിഡർ നമുക്ക് മൊമെൻറ്റഡ് സി ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ സെക്ഷൻ എടുത്തു, സി ഒരു സെക്ഷൻ കട്ട് ചെയ്തു, സെക്ഷൻ കട്ട് ചെയ്തിട്ട് ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, ലെഫ്റ്റ് സൈഡിലെ ഫോഴ്സ് എല്ലാം എടുക്കുക, അല്ലെങ്കിൽ റൈറ്റ് സൈഡിലെ ഫോഴ്സ് എടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ എടുക്കാൻ പോകുന്നത് നമ്മുടെ ലെഫ്റ്റ് സൈഡാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും പോർഷൻ മാത്രം കൺസിഡർ ചെയ്താൽ മതി സി സ്റ്റാർ. അപ്പോൾ ഫുള്ള് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സിയിലെ മൊമെൻറ്റ് 0 ആണ്. ബിക്കോസ് ലെഫ്റ്റും റൈറ്റും കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഈ മൊമെൻറ്റ് അറ്റ് സി 0 ആയിരിക്കും. അങ്ങനെ ആയേ പറ്റത്തുള്ളൂ, എന്നാൽ മാത്രമേ ബീം സ്റ്റേബിൾ ആകുള്ളൂ. ഈ സിയിൽ ആക്ട് ചെയ്യുന്ന മൊമെൻറ്റ് കിട്ടാനായിട്ട് എന്ത് ചെയ്തു, സിയിൽ ഒരു സെക്ഷൻ കട്ട് ചെയ്തു, എന്നിട്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡോ റൈറ്റ് സൈഡോ ഏത് വേണമെങ്കിലും എടുക്കുക. ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ലെഫ്റ്റ് സൈഡ് മാത്രമായിട്ടായിരിക്കും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. അപ്പോൾ മൊമെൻറ്റ് അറ്റ് സി ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. മൊമെൻറ്റ് അറ്റ് സി, സി എന്ന് വേണ്ട സി സ്റ്റാർ എന്ന് കൊടുക്കാം, നമുക്കത് കോൺജുഗേറ്റ് ബീമിൻ്റെ ആണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഈസ് ഈക്വൽ ടു മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഫസ്റ്റ് എന്തുണ്ട്, ആർ എ സ്റ്റാർ ഉണ്ട്. ആർ എ സ്റ്റാറിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ആർ എന്ന് 90 ഡിഗ്രി വരയ്ക്കാൻ പറ്റുന്ന ഡിസ്റ്റൻസ്. അതെന്ന് പറയുന്നത് L/2 ആണ്. ആർ എ സ്റ്റാർ ഇൻറ്റു L/2. ഇനി നമുക്ക് എന്താണ്, ഇത് തന്നിരിക്കുന്ന ഒരു ട്രയാങ്കുലർ ലോഡാണ്. ട്രയാങ്കുലർ ലോഡിന് എന്താക്കണം, പോയിന്റ് ലോഡ് ആക്കണം. പോയിന്റ് ലോഡ് ആക്കുക എന്ന് വെച്ചാൽ ഇതിനെ എന്ത് ചെയ്യണം, ഇതിനെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യും. ഈ തന്നിരിക്കുന്നതിൻ്റെ ഏരിയ. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ 1/2 ഇൻറ്റു, നമുക്ക് ഇത്രയും പോർഷൻ്റെ ലോഡ് മാത്രമേ എടുക്കാവുള്ളൂ, ഫുൾ ലോഡ് എടുക്കരുത്. സെക്ഷൻ കട്ട് ചെയ്തതിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ലോഡ്. അപ്പോൾ പോയിന്റ് ലോഡ് ആക്കാനായിട്ട് ഏരിയ ഓഫ് ട്രയാങ്കിൾ, ഈ പോർഷൻ്റെ ഏരിയ. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുമ്പോൾ എന്താണ്, എ ടു സി സ്റ്റാർ, സി ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ L/2, 1/2 ഇൻറ്റു L/2. ഇനി ഹൈറ്റ് എന്താണ്, WL/4EI, WL ഡിവൈഡഡ് ബൈ 4EI. ഇനി നമുക്ക് എന്തും കൂടി വേണം, ഈ ഒരു ഡിസ്റ്റൻസ് വേണം, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, അതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1/3 ഇൻറ്റു ടോട്ടൽ ലെങ്ത് ആണ്. അപ്പോൾ ഈ പോയിന്റ് ലോഡിൽ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1/3 ഇൻറ്റു ഫുൾ ലെങ്ത്. എ ടു സി ഡാഷ് ലെങ്ത് എത്രയായിരുന്നു, എ ടു സി ഡാഷ് ലെങ്ത് L/2. അപ്പോൾ 1/3 ഇൻറ്റു L/2. അപ്പോൾ നമുക്ക് എന്ത് വരും, ഈ RA ഫസ്റ്റ് നോക്കാം, ഇതിൻ്റെ എഫക്റ്റ് എന്താണ്, ഇത് ഇങ്ങനെ വന്ന് സ്ട്രൈക്ക് ചെയ്യാണ്. സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ബീം എന്ത് ചെയ്യും, സാഗ് ചെയ്യും. സാഗിങ് മൊമെൻറ്റ് പോസിറ്റീവ്. അപ്പോൾ ഈ മൊമെൻറ്റ് പോസിറ്റീവ് ആണ്. ഇതിൻ്റെ നോക്കി, ഇതിവിടെ ഒന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ബീം മുകളിലേക്കാണ് ബെൻഡ് ചെയ്യുന്നത്. മുകളിലേക്ക് ബെൻഡ് ചെയ്യുമ്പോൾ ഹോഗിങ് മൊമെൻറ്റ് ആണ്. ഹോഗിങ് മൊമെൻറ്റ് നെഗറ്റീവ്. അപ്പോൾ നെഗറ്റീവ്. ഇനി എന്ത് ചെയ്യുക, ഈ ഇതിൻ്റെ മൊമെൻറ്റ് വാല്യൂ എടുക്കുക. അതായത് ഈ തന്നിരിക്കുന്ന യൂണിഫോംലി വേരിയിങ് ലോഡിൻ്റെ മൊമെൻറ്റ്. അപ്പോൾ അതിനെന്ത് ചെയ്തു, മൊമെൻറ്റ് കിട്ടാനായിട്ട് അതിനെ പോയിന്റ് ലോഡ് ആക്കിയ വാല്യൂ എഴുതുക. പോയിന്റ് ലോഡ് ആക്കിയത് 1/2 ഇൻറ്റു L/2 ഇൻറ്റു WL/4EI ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അതാണ്ട് ലോഡിൽ നിന്ന് നമുക്ക് ആ 90 പെർപെൻഡിക്കുലർ വരുന്നുള്ള ഡിസ്റ്റൻസ് 1/3 ഇൻറ്റു ലെങ്ത് ഓഫ് ട്രയാങ്കിൾ. അപ്പോൾ ലെങ്ത് ഓഫ് ട്രയാങ്കിൾ വെച്ചാൽ ഈ ലെങ്ത് L/2 ആണ്. 1/3 ഇൻറ്റു L/2. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് മൊമെൻറ്റ് അറ്റ് സി സ്റ്റാർ കിട്ടും. നമുക്ക് നോക്കാം എന്താ വാല്യൂ വരുന്നതെന്ന്. ആൻസർ ഇതാണ്ട് 1/2 ഇൻറ്റു L/2 ഇൻറ്റു WL/4EI ഇൻറ്റു 1/3 ഇൻറ്റു L/2 ചെയ്യുമ്പോൾ ഇത് നമ്മൾ RA സ്റ്റാറിൻ്റെ വാല്യൂ ആണ് ഈ കൊടുത്തിരിക്കുന്നത്, WL²/16EI. അപ്പോൾ സോൾവ് ചെയ്താണ്ട് പോയിന്റ് ലോഡ് ആക്കി വരച്ചിട്ടുണ്ട് ഇവിടെ. സോൾവ് ചെയ്തു. അപ്പോൾ മൊമെൻറ്റ് അറ്റ് സി നമുക്ക് കിട്ടുക 2WL³ ഡിവൈഡഡ് ബൈ 96EI. അത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ WL³ ഡിവൈഡഡ് ബൈ 48EI. WL³ ഡിവൈഡഡ് ബൈ 48EI. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്നത് ഡബ്ല്യുവിന് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു വാല്യൂ തരും, എല്ലിന് ഒരു വാല്യൂ തരും, ഇക്ക് ഒരു വാല്യൂ തരും, ഐക്ക് ഒരു വാല്യൂ തരും. അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക, അത്രയുമേ ചെയ്യാനുള്ളൂ. അപ്പോൾ ഇതായിരിക്കും നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കും വരുന്ന വ്യത്യാസം. ഡബ്ല്യുവിനും എല്ലിനും ഇക്കും ഐക്കും വാല്യൂ തരും. അപ്പോൾ നിങ്ങൾ അപ്രോപ്രിയേറ്റ് പ്ലേസിൽ ആ വാല്യൂ ഇട്ട് സോൾവ് ചെയ്തുകൊണ്ട് വന്നാൽ മതി. സോ ഇനി നമുക്ക് ബാക്കി വരുന്നൊരു ഡെറിവേഷനും പിന്നെ പ്രോബ്ലംസും വരുന്ന ലെക്ചേഴ്സിൽ പഠിക്കാം. ആൻഡ് താങ്ക് യു.